പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കടച്ചക്ക കൂട്ടാൻ വെക്കണം. കടച്ചക്കയും സോയാബീൻസും കൂടി ഇറച്ചി വെക്കും പോലെ വെക്കണം. മസാല അരച്ചിട്ട് കുറേ ദിവസമായി 3-4 ദിവസമായി വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ല. ഒരേ ടെൻഷനായിട്ട് നടക്കണം. ഇപ്പോൾ ലോണും ആഴ്ചയ്ക്ക് ലോണും കടവും ഒക്കെ തലയിൽ കയറിയിട്ട് എന്താ ചെയ്യുക വേണ്ടിയിരിക്കുകയാണ്. ബാങ്ക് ലോൺ വേറെ, ഇസാഫ് ലോൺ വേറെ കൂടെയായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ഇപ്പോൾ എന്താ ചെയ്യുക? ഒരു വഴിയില്ല. നോക്കുമ്പോൾ ഒരു സ്ഥലം കൊണ്ട് വിറ്റിട്ട് കടമ കിട്ടാ പറഞ്ഞാൽ അതിനൊരാൾ വരിക തന്നെ വേണ്ട. വിൽക്കാൻ പറ്റുന്നില്ല. ആൾക്കാർ വെറുതെയല്ലൊക്കെ മരിക്കുന്നത്. കടം കൊണ്ട് ബുദ്ധിമുട്ടിയപ്പോൾ എന്ത് ചെയ്യുന്നു? ഞാൻ ഈമാൻ ഉറച്ചിരിക്കുകയാണ്. എന്ത് വന്നാലും പഠിച്ചവൻ വിളിക്കാണ്ട് പോവില്ല കൊണ്ടിരിക്കുകയാണ്. കടംകാരങ്ങനെ വന്ന് മുട്ടിച്ചിട്ട് ഒന്നും പറയണ്ട. അത്രയാണ്. കടമൊക്കെ അങ്ങനെ മേട്ടുന്ന അറിയില്ല. എൻ്റെ വീഡിയോ ആരും കാണുന്നില്ല, സബ്സ്ക്രൈബ് ചെയ്യണില്ല, ഒന്നും ചെയ്യുന്നില്ല. ഒക്കെ എന്താ പറയുക, നാട്ടുകാരനെയും വീട്ടുകാരനെയും ഉമ്മമാരെയും വാപ്പന്മാരെയും കുറ്റം പറഞ്ഞിട്ടും ഇങ്ങനെയൊക്കെ പറയുന്ന വീഡിയോ കാണാൻ ആൾക്കാർ നിറയെ ഉണ്ട്. അവർക്ക് നിറയെ റീച്ചും കിട്ടുന്നുണ്ട്. നമ്മളുടെ വീഡിയോ കാണാൻ ആരുമില്ല, സബ്സ്ക്രൈബും കിട്ടാൻ വഴിയില്ല. അതാണ് വീഡിയോ ഇടാനൊരു മടി. വീഡിയോ ഇട്ട് അതൊക്കെ കിട്ടിയാലല്ലേ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകുക ഇടാൻ. പിന്നെ നമുക്ക് അവനെ പോലെ ആടിപ്പാടി ഡാൻസ് കളിക്കാനും അവരെയും പിന്നെ കുറ്റം പറയാനും വാപ്പാനെയും ഉമ്മാനെയും കുറ്റം പറയാനും അതിനൊന്നും നമുക്ക് പറ്റില്ലല്ലോ. നമ്മൾ ഇസ്ലാമായി ജനിച്ചതല്ലേ, ഇസ്ലാമായി മരിക്കുന്നവർ അങ്ങനെ തന്നെ പോട്ടെ കൊണ്ട്. അപ്പോൾ എൻ്റെ കടമൊക്കെ എപ്പോഴാണ് ഒന്ന് വീട്ടിൽ തരിക അങ്ങോട്ടിരിക്കുകയാണ്. 100 റുപ്യ കൊടുത്ത് കടലാസൊക്കെ വാങ്ങിയിട്ട് വലിയ കാര്യത്തിൽ നാറ് വലിക്കാൻ നടാനും വേണ്ടി പോയി. ഒറ്റ ദിവസം കിട്ടിയുള്ളൂ പണി. ഒരു ദിവസം പോരെ 100 റുപ്യ കൊടുത്ത് കടലാസ് വാങ്ങിയതിന്. ഒക്കെ ആൾക്കാർ കരാർ ചെയ്യണേ. അവർ കടന്നണിച്ചതും പോയിട്ട് ഒക്കെ കരാർ ചെയ്യാൻ. നമുക്ക് കരാർ ചെയ്യാൻ വീട്ടിൽ പണി ചെയ്യണ്ടേ. വീട്ടിൽ വരുമ്പോൾ കുട്ടിക്ക് റെസ്റ്റ്, അവൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് കാരണം നമുക്കങ്ങനെ 6 മണിക്ക് പോകാൻ പറ്റുമോ? രാവിലെ 6 മണിക്ക് പോയാൽ വൈകുന്നേരം 6 മണിക്കാണ് കണ്ടത്തിൽ കയറുന്നത്. കൂലിക്ക് ഒരു ദിവസം കിട്ടും. ഒരൊറ്റ ദിവസം 400 റുപ്യ കൂലി കിട്ടി. 100 റുപ്യ കടലാസും വാങ്ങിയാ പിന്നെ എങ്ങനെയാണ് കടം വീട്ടുക? ദിവസം മരുന്നിനും മന്ത്രത്തിനൊക്കെ കൂടിയിട്ട് 1000 റുപ്യ ഒരു ദിവസം ആകുന്നുണ്ട്. പിന്നെ ആഴ്ചക്ക് ലോണ്, ഇസാഫ് ലോണ്, അടവുകാരെ മാസം ലോണ്, വണ്ടിൻ്റെ അടവ്, എന്താ ഇതൊക്കെ ഒരാളുടെ വരുമാനം കൊണ്ട് എപ്പോഴാണ് ഒക്കെ ചെയ്ത് കഴിയുക? സ്ഥലമുണ്ട് 10-15 സെൻറ്റ് സ്ഥലം. അത് ആരും അങ്ങനെ ചോദിക്കുകയില്ലാണ്ട് ആരും വരുന്നില്ല. ആൾക്കാരുടെ പൈസ ഇല്ലേ വാങ്ങാൻ. അത് കൊടുത്താണ് ഇതിൽ കടം വീട്ടി കൊണ്ട് ഉണ്ടാണ്ട് ഈമാനോടൊക്കെ ഇരിക്കുക ഉള്ളതും കുടിച്ചിട്ട്. ചെറുപ്പത്തിലെ കഥയൊന്നും പറയണ്ട. ചെറുപ്പത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതൊന്നും കണക്കാക്കണ്ട. ഇപ്പോൾ ഭർത്താവ് മരിച്ച് 30 കൊല്ലമായി. ഈ 30 കൊല്ലം പാടുപെട്ട് പണി ചെയ്യാനേ വയ്യാണ്ടായി. ദൂരെ ദിക്കിലൊക്കെ പോയാൽ വീട് പണിയൊക്കെ കിട്ടും. പാലക്കാടൊക്കെ വീട് പണിയുണ്ട്. എൻ്റെ അനിയത്തി ഇന്നലെ ഒരു വീട് പണി ശരിയാക്കി. പുത്തൂർ ഒക്കെ പോയിട്ട് വരെ ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ. 2 ബസ് കയറി പോകണം. കിട്ടുന്നത് ബസ്സുകാർക്കും കൊടുത്ത്. 10-60 വയസ്സായി അവൾ ഞങ്ങൾ വെട്ടിവേഷം കട്ടുണ്ടാവേണ്ടിയിരിക്കുകയാണ്. അതാണ് വീഡിയോ ഒന്നും ഇടാത്തത്. വീഡിയോ ഇടാനൊന്നും മനസ്സൊന്നും ശരിയല്ല. വേണ്ട വാട്ടക്കപ്പയ്ക്കോ കപ്പയ്ക്കോ വാങ്ങിയിട്ട് വന്ന് അങ്ങനെയെങ്കിലൊക്കെ ഒപ്പിക്കണം കൂട്ടാൻ വയ്ക്കൽ. അതിനേക്കാളും ചിലവാണ് കൂട്ടാൻ വയ്ക്കൽ. അതുകൊണ്ട് നമുക്ക് അവനെ പോലെ ആടിപ്പാടി ഡാൻസ് കളിച്ചിട്ടും പാട്ട് പാടിയിട്ടും റീച്ച് കിട്ടാൻ വേണ്ടി അങ്ങനെയും ചെയ്യാൻ അറിയില്ല. അങ്ങനെയൊക്കെ തന്നെ അറിയുള്ളൂ. പിന്നെ പുറത്ത് പോയി വീഡിയോ എടുക്കണമെങ്കിൽ
പുറത്തിപ്പോൾ നമ്മൾ എവിടെ പോകണം വീഡിയോ എടുക്കാൻ? പോകുമ്പോഴൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, ആസ്പത്രിയിൽ പോകുമ്പോഴും ഓരോരോ ഭാഗത്ത് പോകുമ്പോഴൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നാഴിയേരിയും വെച്ചിട്ട് കുതിരിക്കുമ്പോൾ അവിടെ നമ്മൾ വീഡിയോ എടുക്കാൻ പോകണം. പാടത്ത് പറമ്പത്ത് വല്ല പണി ചെയ്യുമ്പോൾ എടുക്കാൻ പറഞ്ഞാൽ അത് ഒരു ദിവസം കിട്ടുള്ളൂ പണി.